ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുശങ്കരൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിൽ അലീനയെ എത്തിച്ചതിന് ശേഷം ബാലേന്ദ്രൻ അന്ന് തന്നെ ഒരു ഹോട്ടലിൽ റൂമെടുത്ത് അവിടെ സ്റ്റേ ചെയ്യുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസമാണ് നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് പോകുന്നത്. സ്റ്റാൻലിയുടെ വീട്ടിലെത്തിയ ശേഷം അലീന ശരിക്കും ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. കാരണം വലിയൊരു വീട്, ഒരു കാട്ടിൽ താൻ ഒളിവിൽ താമസിക്കുന്ന ഒരു രീതിയാണ് അലീനയ്ക്ക് അവിടെ തോന്നുന്നത്. കാരണം ആരോട് സംസാരിച്ച എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വലിയൊരു വീടാണ്. ബാലേന്ദ്ര മേനോൻ്റെ കണക്കുള്ളൊരു ക്യാരക്ടറല്ല സ്റ്റാൻലിയുടേത്. കുറച്ച് പരിക്കൻ സ്വഭാവമാണ്. പുള്ളി ഒരു മിലിറ്ററിയിൽ കേണലായിട്ടൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ സംസാരത്തിലും സ്വഭാവത്തിലും കുറച്ച് പരിക്കൻ രീതികളാണ്. ബാലേന്ദ്രൻ്റെ കണക്ക് അത്ര സോഫ്റ്റായിട്ട് പെരുമാറുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അലീന ശരിക്കും ഒരു ഒറ്റപ്പെട്ട ഒരു ഇതാണ് അലീനയ്ക്ക് അവിടെ തോന്നുന്നത്. ആരോട് സംസാരിക്കാനൊന്നുമില്ല, ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇരിക്കണം. അങ്ങനെ അലീനയ്ക്ക് അവിടെ കൂട്ടായിട്ട് കിട്ടുന്നത് കുറച്ച് നായ്ക്കുട്ടികളെയാണ്. അലീനയും ബാലചന്ദ്രനും കൂടി വരുന്ന സമയത്ത് തന്നെ അവർ വലിയ രീതിയിൽ ബഹളമൊന്നും ഉണ്ടാക്കാതെ വാലൊക്കെ ആട്ടിക്കൊണ്ട് അലീനടുത്ത് വന്ന് ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന ആൻ്റെ ചേട്ടനും പറയുന്നുണ്ട്, സാധാരണ ആര് വന്നാലും ഇവന്മാർ കുറച്ചുകൊണ്ട് ചെല്ലുന്നേ, ഇത് മോളെ കണ്ടുകൊണ്ട് വളരെ സൈലൻ്റായിട്ട് കിടക്കുന്നല്ലോ എന്ന് പറയും. അങ്ങനെ അലീനയ്ക്ക് അവിടെ പെട്ടെന്ന് കൂട്ടാവുകയാണ് ആ നായ്ക്കുട്ടികളുമായിട്ട്. അങ്ങനെ അലീന അവരുമായിട്ട് അങ്ങ് കൂടുതൽ കമ്പനി അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ പേരൊക്കെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനയുടെ റൂമിലോട്ടൊക്കെ അവർ കയറുന്ന സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, റൂമിലോട്ടൊന്ന് എപ്പോഴും പോയി അവളെ ശല്യപ്പെടുത്തലെന്നൊക്കെ പറയുമ്പോൾ അവരെല്ലാവരും റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം അലീന ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സുകളെല്ലാം ചേഞ്ച് ചെയ്തിട്ട് സാധാരണ വേഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ആൻ്റപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അലീനയും വീടെല്ലാം കൊണ്ട് നടന്ന് കാണിക്കാൻ. അങ്ങനെ അലീന ഓരോ റൂമും ഒക്കെ പോയി കാണുകയാണ്. അങ്ങനെ അലീനയ്ക്ക് തന്നെ വലിയൊരു റൂമാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അലീന പറയും, എനിക്കൊരു ചെറിയ റൂം മതിയായിരുന്നു, എങ്കിൽ പോലും ഉള്ളതിൽ ഏറ്റവും വലിയ മുറി തന്നെ അലീനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ റൂമുകളും തുറന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു റൂം തുറക്കുമ്പോൾ അതിനകത്ത് സ്റ്റാൻലിയെ കാണുന്നുണ്ട്. സ്റ്റാൻലി കുറേ മദ്യക്കുപ്പിയൊക്കെ നിരത്തി വെച്ച് അവിടെ നിന്ന് മദ്യപിക്കുകയാണ്. ആ സമയത്ത് അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അലീന പെട്ടെന്ന് അങ്ങ് ഡോറങ്ങ് അടയ്ക്കുകയാണ്. ആ സമയം സ്റ്റാൻലി നോക്കുമ്പോൾ അലീന അന്ന് സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ വീട്ടിൽ പോയപ്പം ഇട്ടുകൊണ്ട് നിന്ന് അതേ രൂപത്തിലുള്ള ഡ്രസ്സ് ഇട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റാൻലിക്ക് അങ്ങ് വിഷമാവും, ഇതെന്താ ഈ വേഷത്തിൽ ഈ കുട്ടി നിൽക്കുന്നത്. പിന്നെ അതുപോലെ താൻ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന അവൾ കണ്ടത്, തന്നെ ആദ്യമായി തൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു അവസ്ഥയെ കണ്ടു കഴിഞ്ഞാൽ അവൾക്കിനി എന്തെങ്കിലും തോന്നുമോ, തന്നോടുള്ള റെസ്പെക്റ്റ് നഷ്ടപ്പെടും എന്നൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ സ്റ്റാൻലി നേരെ അലീനയുടെ റൂമിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ അലീന പതുക്കെ അവിടെ എഴുന്നേൽക്കുകയാണ്. അല്ല മോളെ, ഞാൻ അങ്ങനെ മദ്യപിച്ചതൊന്നും അല്ല, പിന്നെ ഇന്ന് മോള് വന്ന സന്തോഷത്തിൽ കുറച്ച് നേരം ഇരുന്ന് പോയതാ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പല കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നപ്പോഴങ്ങ് മദ്യപിച്ചതാ. ഞാനങ്ങനെ സ്ഥിരമായിട്ടൊരു മദ്യപാനിയൊന്നുമല്ല. പിന്നെ ചില സംഭവങ്ങളാണ് മനുഷ്യനെ ഈ ഒരു അവസരത്തോടെ കൊണ്ട് എത്തിക്കുന്നത്, അതൊന്നും ഞാൻ പറയാതെ തന്നെ മോൾക്കറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ മദ്യത്തിൽ നമ്മൾ തൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് അലീന ചെറിയൊരു ഉപദേശം പോലെ സ്റ്റാൻലിക്ക് കൊടുക്കുന്നുണ്ട്. അല്ല മോളെന്താ ഈ വേഷത്തിൽ ഇവിടെ നിൽക്കുന്നത്, മോൾക്ക് വേറെ നല്ല വസ്ത്രങ്ങളൊന്നുമില്ലേ? ഉണ്ട്, ഒരുപാട് ഡ്രസ്സുകൾ അച്ഛൻ എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ടെന്ന് പറയും. എങ്കിൽ പിന്നെ അതിലേതെങ്കിലും മോളെടുത്തിട്ട്, അതല്ല അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പറ, നമുക്ക് ട്രിവാൻഡ്രത്തോ പുനലൂരോ എവിടെയെങ്കിലും പോയി നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. മോൾക്ക് ഏത് മോഡൽ ഡ്രസ്സാണ്, സാരിയാണോ ചുരിദാറാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. വേണ്ട, എനിക്ക് ഈ ഡ്രസ്സൊക്കെ തന്നെയാണ് ഇഷ്ടം. അത് മോളെ ഒരാളെ വിലയിരുത്തുന്നത് അയാളുടെ വസ്ത്രധാരണത്തിലൂടെയാണ്. മോള് ഇപ്പോൾ പഴയ അലീനയല്ല, റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്. അപ്പോൾ വസ്ത്രധാരണത്തിലും ആ ഒരു ഇതുണ്ടാവണം. അതുകൊണ്ട് തന്നെ മോൾ കുറച്ചും കൂടി നല്ല വസ്ത്രം ധരിക്കണമെന്ന് പറയും. ഞാൻ നെടുമ്പുരയ്ക്കൽ വീട്ടിലായിരുന്നപ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. പിന്നെ സ്റ്റാൻലിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അല്ല മോളുടെ വേഷം മോശമാണെന്നല്ല അച്ഛൻ പറഞ്ഞത്, കുറച്ചും കൂടി നല്ല ഡ്രസ്സ് ഇടാം എന്നേ പറഞ്ഞോളെന്ന് പറയും. പിന്നെ മോളുടെ ഇഷ്ടം. അപ്പോൾ പറയും, ഞാൻ ഓർഫനേജിലായിരുന്നു 22 വർഷക്കാലം, അപ്പോൾ അവിടെ നിന്നും അത്രയും വില കൂടിയ ഡ്രസ്സുകളൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് സാധാ വേഷം ധരിക്കാനാണ് എനിക്കിഷ്ടം. ഉള്ള ഡ്രസ്സ് വൃത്തിയിലും നല്ല രീതിയിൽ നിൽക്കണമെന്ന് മാത്രമേ ബ്രിജിത്ത മമ്മി ഞങ്ങളിത് പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറയും. ശരി, മോളുടെ ഇഷ്ടം അത്രേ പപ്പ പറയുന്നുള്ളൂ. പിന്നെ മോൾക്ക് നല്ല ഡ്രസ്സ് എന്തെങ്കിലും വില കൂടുതൽ വേണമെങ്കിൽ പപ്പയെടുത്ത് പറയണം. എന്തുണ്ടെങ്കിലും മോൾ പപ്പയോട് തുറന്ന് പറയണം. മോളെ ഒരു രാജകുമാരിയെ പോലെ കാണാനാണ് പപ്പ ആഗ്രഹിക്കുന്നതെന്ന് പറയും. അങ്ങനെ അതിശയം പോവുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്ത് അലീന എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അലീന പാചകമൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചെയ്തങ്ങ് കിച്ചണിലോട്ടൊക്കെ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അവിടെ തകർത്ത പാചകമാണ്, നോൺ വെജും വെജും ഫിഷും എല്ലാം പാചകം ചെയ്യുന്നുണ്ട്. മോൾ ഇത്ര രാവിലെ എഴുന്നേറ്റോ എന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും, കേണൽ സാബിന് എന്താ കുടിക്കാൻ, ടീ ആണോ കോഫിയാണോ? അപ്പം പറയും,
എന്നെ മേം സാബ് എന്നൊന്നും വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അയ്യോ മേം സാബ്, അത് കേണൽ സാറിൻ്റെ മകളല്ലേ. അതെ, പക്ഷേ എന്നെ പേര് വിളിച്ചാൽ മതി, അലീനയെന്ന് വിളിക്കാമെന്ന് പറയും. ഉടനെ ആൻ്റെ ചേട്ടൻ പറയും, ഒരു കാര്യം ചെയ്യാം, എനിക്ക് മോളേന്ന് വിളിക്കാം. എന്നാൽ അങ്ങനെ മതിയെന്ന് പറയും. മോൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ഇവിടെ എല്ലാവരും എന്താണ് കുടിക്കുന്നത് വെച്ചാൽ അത് തന്നാൽ മതിയെന്ന് പറയും. അങ്ങനെ ചായ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പറയും, ഇപ്പം അമ്മൂക്ക് എന്ത് തരം ആഹാരമോ ഇഷ്ടം കഴിക്കാൻ, എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ, ഞങ്ങൾ അതുപോലെ ഉണ്ടാക്കി തരാമെന്ന് പറയും. എനിക്കുള്ള ഭക്ഷണമൊക്കെ അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല, എന്ത് ഞാൻ കഴിക്കും. പിന്നെ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണ്ട, പാചകമൊക്കെ ഞാനും ചെയ്യാം, ഞാനും നിങ്ങളെ സഹായിക്കാമെന്ന് പറയും. അയ്യോ മേം സാബ് ഒന്നും ചെയ്യണ്ട, എല്ലാം ഞങ്ങൾ ചെയ്തോളാം. മേം സാബ് അടുക്കളയിൽ കയറി ജോലി ചെയ്യാനോ? നന്നായി, കേണൽ സാർ എങ്ങാനും കാണണമെന്ന് പറയും. അത് സാരമില്ല, ഞാനും കൂടി നിങ്ങളെ സഹായിക്കാം. എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ, വെറുതെ എങ്ങനെ വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? അതിന് മോളുടെ മുറിയിൽ ടി വി വെച്ച് തരാമെന്ന് കേണൽ സാറ് പറഞ്ഞില്ലേ. ടി വിക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഉച്ചയ്ക്ക് തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരും. മോൾക്ക് റൂമിൽ ഇരുന്ന് ടി വി കാണാമല്ലോ. എന്നാലും എത്രയെന്ന് കരുതിയാ? ഞാൻ 22 വർഷക്കാലം ഓർഫനേജിലല്ലായിരുന്നു. അവിടെ ടി വിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു സമയമുണ്ട്, ആ സമയം മാത്രമാണ് ഞങ്ങൾ ടി വി കാണുന്നത്. അങ്ങനെ എപ്പോഴും ടി വി ഒന്നും കാണത്തില്ല. അതുകൊണ്ട് എനിക്ക് ടി വി കാണുന്നതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് നല്ല നല്ല ബുക്സ് വായിക്കാം, റൂമിൽ ബുക്കിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടെന്ന് പറയും. അത് ശരിയെന്ന് പറയും. പിന്നെ സമയം പോകാൻ നമുക്കെല്ലാവരും സംസാരിക്കാം, ഇവിടെ തോട്ടമുണ്ട്, അവിടെയൊക്കെ പോയി ചുറ്റി നടന്ന് കാണാമെന്നൊക്കെ പറയും. അല്ലാതെ അടുക്കള കയറിയുള്ള ഒരു ജോലിയും ചെയ്യണ്ട കേട്ടോ, അങ്ങനെ ഞങ്ങളെ സഹായിക്കുകയേ വേണ്ടെന്ന് പറയും. അങ്ങനെ അലീനയ്ക്ക് അവിടെയും ഒരു ജോലിയും ചെയ്യാതില്ലാത്തതുകൊണ്ട് അലീന ഇങ്ങനെ വളരെ വിഷമിച്ചിങ്ങനെ ഇരിക്കണം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് എഴുതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം അലീനയ്ക്ക് പിന്നെയും ആ നായ്ക്കുട്ടികൾ തന്നെയാണ് കൂട്ട്. അങ്ങനെ അവരുമായിട്ട് പിന്നെയും ഇങ്ങനെ സംസാരിച്ചും മിണ്ടിയും പറഞ്ഞൊക്കെ അലീന ഇങ്ങനെ സമയം തള്ളി നീക്കുകയാണ്. അതിനുശേഷം ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ അലീനയെ കൊണ്ടാക്കി വിഷമത്തിൽ അവിടെ പുല്ലൂർ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നുണ്ട്. റൂം എടുത്തതിന് ശേഷം അവിടെ അന്ന് സ്റ്റേ ചെയ്യുകയാണ്. ആ സമയത്തും പല കാര്യങ്ങളും ഇങ്ങനെ അലീനയെക്കുറിച്ച് ആലോചിക്കുകയാണ്. തൻ്റെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ കൊടുത്തതാണ് അലീന. കാരണം രോഹിയുടെ ജീവിതത്തിലാണെങ്കിൽ പോലും വലിയൊരു ക്രൈം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. അപ്പം അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും അതിൽ അയാൾ പങ്കാളിയായതാണ്. അപ്പോൾ അതിൽ അലീനയുടെ ഒറ്റ സാമർത്ഥ്യമാണ് രോഹിത്തിനെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ കോളേജിൽ ചേർന്ന സമയത്ത് പോലും താൻ ശ്രമിച്ചിട്ട് പോലും രോഹിത്തിനെ കോളേജിൽ തിരിച്ചെടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം അലീനയുടെ സംസാരത്തിലാണ് പ്രിൻസിപ്പൽ അച്ഛൻ രോഹിത്തിനെ തിരിച്ച് കോളേജിൽ പഠിക്കാൻ സമ്മതിപ്പിച്ചത്. അതുപോലെ തന്നെ ബബിതയുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായത്. അങ്ങനെ പല കാര്യങ്ങളും അലീനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതൊക്കെ ആലോചിച്ചിങ്ങനെ വിഷമിച്ച് അന്ന് രാത്രി തെള്ളി നിൽക്കുകയാണ്. അങ്ങനെ അതിരാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ബാലചന്ദ്രൻ നേരെ നെടുമ്പുരകൽ വീട്ടിലോട്ട് വരികയാണ്. ഇതേ സമയത്താണ് നമ്മുടെ വൈജയന്തി ബാലേന്ദ്രനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ബാലേന്ദ്രൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് 15 ലക്ഷം രൂപയുടെ ഗോൾഡ് അലീനയ്ക്ക് കൊടുത്തെന്നും അതുപോലെ തന്നെ 17,000 രൂപയുടെ സാരിയാണ് മേടിച്ചു കൊടുത്തതെന്നും കുറേ വസ്ത്രങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത കാര്യമൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ വന്ന് എല്ലാവരുടെയും കണക്കൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബബിയും കൃഷ്ണയും പറയുന്നുണ്ട്, ഞങ്ങളാണ് ചേച്ചിക്ക് അത്രയും ആഭരണങ്ങളൊക്കെ ഇട്ട് അണിയിച്ച ചേച്ചിയെ ഇവിടുന്ന് ഒരുക്കി വിട്ടതെന്ന് പറയും. അവളെ അണിയിച്ചൊരുക്കി വിട്ടതാണല്ലേ, ചേച്ചിക്ക് ഇതൊന്നും വേണ്ടെന്ന് തന്നെ പറഞ്ഞത്, ഞങ്ങളുടെ നിർബന്ധമായിരുന്നു എന്ന് പറയും. ഒരു വീട്ടുവേലക്കാരിക്ക് 17,000 രൂപയുടെ വസ്ത്രങ്ങളും 15 ലക്ഷം രൂപയുടെ ഗോൾഡും കൊടുക്കാൻ ബാലചന്ദ്രനും ഇവിടുത്തെ വീട്ടുവേലക്കാരും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണയും ബബിതയൊക്കെ ചോദിക്കുന്നുണ്ട്, അത് അമ്മ തന്നെ അച്ഛനോട് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മനുവും പറയുന്നുണ്ട്, ആൻറ്റിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാ സംശയം അങ്കിൾ വരുമ്പോൾ തീർത്ത് തരും, അങ്കിളിനോട് തന്നെ ചോദിച്ചാൽ മതി. പിന്നെ ചോദിക്കുന്നതിന് മുമ്പ് ആൻറ്റി അലീന പറഞ്ഞ കാര്യവും മറന്നു പോകരുത്, അങ്കിൾ പഴയ ബാലചന്ദ്രനല്ല, ഇപ്പോൾ അങ്കിൾ പുതിയൊരു ബാലചന്ദ്രൻ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കിട്ടുന്ന മറുപടി കേട്ടിട്ട് ആൻറ്റി നിന്ന് വിഷമിക്കരുത്, ആൻറ്റിയും തിരിച്ച് മറുപടി പറയാൻ തയ്യാറാവണം അങ്കിൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് മനു സംസാരിക്കുന്നുണ്ട് വൈജയന്തി അടുത്ത്. ശരി, ഞാൻ പോവുകയാണ്, ഇനി ചോദ്യം പറച്ചിലുമൊക്കെ നേരിട്ട് വരുമ്പോൾ ആയിക്കോളാൻ പറഞ്ഞുകൊണ്ട് മനു അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം ബാലേന്ദ്രൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഒരു മൈൻഡും ഇല്ലാതെ ബാലേന്ദ്രൻ കയറി പോകുന്നുണ്ട്. ആ സമയം ബാലേന്ദ്രനോട് വൈജയന്തി പറയുന്നുണ്ട്, ഒരു സ്ത്രീ ഇവിടെ നിന്നിട്ട് കണ്ടത് പോലും നടിക്കാതെ അങ്ങ് പോവുകയാണല്ലോ എന്ന് പറയും. എന്താ നിനക്ക്, ഇപ്പം നിന്നെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അത് അവർ പറ, നിനക്കെന്താ സംസാരിക്കാനുള്ളതെന്ന് ആദ്യം കേൾക്കാമെന്ന് പറയും. അപ്പോഴാണ് പറഞ്ഞത്, അലീനയ്ക്ക് നിങ്ങൾ 15 ലക്ഷം രൂപയുടെ സ്വർണ്ണവും 17,000 രൂപയുടെ വസ്ത്രവും മേടിച്ചു കൊടുത്തെന്നുള്ളതാണോ എന്ന് പറയും. അതെ, ഉള്ളതാണ്. എന്ത് കാര്യത്തിനാണ്? ഇവിടെ നിൽക്കുന്ന ഒരു വീട്ടുവേലക്കാരിക്ക് 17,000 രൂപയുടെ വസ്ത്രവും 15 ലക്ഷം രൂപയുടെ സ്വർണ്ണവും മാത്രം കൊണ്ട് എന്ത് ബന്ധമാണ് നിങ്ങളും അവളും തമ്മിലുള്ളതെന്ന് ചോദിക്കും. അതെനിക്ക് തൽക്കാലം നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിൻ്റെ വീട്ടിൽ നിന്നുള്ള പൈസ കൊണ്ടും നിൻ്റെ അക്കൗണ്ടിലെ കാശ് കൊണ്ടല്ലോ ഞാൻ അലീനയ്ക്ക് അത്രയും മേടിച്ചു കൊടുത്തത്. എൻ്റെ സമ്പാദ്യത്തിൽ നിന്നാണ് ഞാൻ മേടിച്ചു കൊടുത്തത്. അത് ചോദ്യം ചെയ്യാൻ എനിക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് ചോദിക്കുമ്പോഴേ, നിനക്ക് അവകാശം ഇല്ല ഉണ്ടെന്ന്
ഉണ്ടെന്നും ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ അവൾക്ക് മേടിച്ച് കൊടുത്തത്. ഞാൻ എൻ്റെ മകളുടെ സ്ഥാനത്ത് കാണുന്ന കുട്ടിയാണ് അവൾ. അതുകൊണ്ട് ഒരു മകൾക്ക് ഒരു അച്ഛൻ ചെയ്യുന്ന രീതിയിലുള്ള കടമകളാണ് ഞാൻ ചെയ്തു കൊടുത്തത്. അതിൽ നീ കണക്ക് പറയേണ്ട കാര്യമില്ല. നിനക്കിനി എന്തെങ്കിലും കണക്ക് ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നീ എവിടെ നിന്നാണോ വന്നത് അവിടെ നീ പോയി കണക്ക് ബോധിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.